ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടന്റെ അവസ്ഥ. ചേട്ടന്റെ 3 പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് അവരുടെ ജീവിതം നല്ലതാവട്ടെ. പക്ഷെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ചേട്ടന്റെ നിലപാട് എന്തായിരിക്കും? ചേട്ടന്റെ മക്കൾ മക്കളുടെ ജീവിതത്തിൽ ഒരു ഭർത്താവിൽ നിന്നും ഒരു പ്രശ്നം എന്നാവണ്ട. അവരൊരു വിവാഹത്തിൽ ഹാപ്പി ചേട്ടാ, അവരൊരു വിവാഹത്തിൽ ഹാപ്പി അല്ല എന്ന് വിചാരിക്കും. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചേട്ടനോട് വന്ന് പറയാണ്, അച്ഛാ ഇതിൽ എനിക്ക് സന്തോഷമില്ല, ഞാൻ ഭയങ്കര സങ്കടത്തോടെയാണ്, എനിക്ക് ജീവിക്കാൻ മുന്നോട്ട് തോന്നുന്നില്ല ഈ വിവാഹത്തിൽ നിന്നുകൊണ്ട്. അപ്പൊ ചേട്ടൻ ആ മോളോട് എന്തായിരിക്കും പറയുക? പിരിയണമെന്ന് പറയും അല്ലേ? അതെ, അതങ്ങനെ വരുമ്പോഴത്തെ പ്രശ്നം അത് കുട്ടികളോട് പറഞ്ഞു അംഗീകരിക്കുന്നത്. അല്ലാതെ ആ നേരത്തെ അവിടെ തന്നെ തുടരാൻ ഞാൻ പറയുന്നില്ല, ഒത്തുപോകാൻ പറ്റില്ല, പിരിയ. പക്ഷെ അത് പിരിയുന്നതിന്റെ രീതി ഇപ്പൊ നമ്മുടെ അടുത്ത് ചർച്ച എന്താ? വിവാഹമോചന കേസുകൾ കൂടുന്നു. കേസുകൾ കൂടുന്നതിന്റെ കാരണം ഞാൻ മനസ്സിലാക്കി 8 വർഷമായിട്ട് കോടതി കയറി ഇറങ്ങുന്നതിന്റെ അനുഭവം വെച്ച് ഞാൻ പറയാം. ഇതില് ഒരാണിന്, അതായത് ഒരു ഭർത്താവിന്, ഇവിടെ ഇരവാദം ഉന്നയിക്കുന്ന സ്ത്രീകൾ, അതായത് വിവാഹിതയായ അതിജീവിത എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാല് കുടുംബ കോടതിയിൽ പോയത് ഞാൻ മനസ്സിലാക്കിയത് 18 ലക്ഷം രൂപ MC പെൻഡിങ് എടുക്കുക. കുറെ നാളെ കൊച്ച് +1 +2 എന്ന് പഠിക്കുന്ന ഒറ്റ മോളേ ഉള്ളൂ. കേസ് കൊടുത്തിട്ട് വർഷങ്ങളായി ആൾ മുങ്ങി നടന്നിട്ട് അമ്മ പിടിച്ച് പോലീസ് കൊണ്ടുവന്നു. ആൾ പറഞ്ഞു ഞാനിന്നൊരു 1 ലക്ഷം രൂപ കൊടുക്കാം. ഇപ്പൊ ജഡ്ജ് പറയാണ് ഇന്നൊരു 3 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ വീട്ടിൽ പോവാം, അല്ലെങ്കിൽ പോലീസുകാർ കൂടെ പൊക്കോളാൻ. ഇതിലെ പ്രശ്നം എന്താ? ഇവർക്ക് കേസ് കൊടുക്കാം, കുട്ടികളുടെ കസ്റ്റഡി കൊടുക്കാം, MC കൊടുക്കാം, ഗോൾഡ് OP കൊടുക്കാം. ഈ ഗോൾഡ് OP കേസുകളുടെ എണ്ണം കൂടുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കുടുംബ കോടതി കേസുകളുടെ എണ്ണം കൂടുന്നത് എങ്ങനെയാ? ഒറ്റ കേസിന്റെ പുറത്ത് 4-5 കേസ് വരുന്നത്. അപ്പൊ അതിൽ ഗോൾഡ് OP, ഈ ഗോൾഡ് മൊത്തം ഇരിക്കുന്നത് കല്യാണത്തിനൊന്നും ഇട്ടതിന്റെ ഫോട്ടോ ഉണ്ടാവും. ഈ ഫോട്ടോ ആണ് കോടതിയിൽ കാണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.